നാദേന്ദ്രിയം. രചന ദക്ഷ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. എനിക്ക് വരണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ. ഇയാളുടെ കാളുകെട്ട് കാണാനൊന്നും എന്നെ കിട്ടില്ല. വെറുതെ ഒരു പെൺകൊച്ചിന്റെ ജീവിതം നശിപ്പിക്കാനായിട്ട്. അതല്ല, ഇയാൾ ആ പെൺകൊച്ചിനെ കെട്ടിയെടുക്കുന്നതിന് ഞാനെന്തിനാണ് ഇങ്ങനെ മുല്ലപ്പൂവും ചൂടി മണവാട്ടിയെ പോലെ വരുന്നത്? എനിക്കെന്താ വേറെ പണിയില്ലേ? ആൾ പൊട്ടി വന്ന ചിരി മറച്ചു പിടിച്ച് താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറി നിന്നു. അങ്ങനെ പറഞ്ഞൂടാ. എന്റെ ബൊമ്മയില്ലാതെ പിന്നെ എന്തോന്ന് കല്യാണം. ആര് വന്നാലും വന്നില്ലേലും എന്റെ യക്ഷിക്കുഞ്ഞ് എന്തായാലും വരണം. അവൻ പറഞ്ഞുകൊണ്ട് അവിടെ മുന്നിലേക്കായിരുന്നു. അതെന്താണ് കുഞ്ഞു തമ്പുരാനെ അങ്ങനെ? ഞാൻ വന്നാലും വന്നില്ലേലും എന്താ? തനിക്ക് കല്യാണം നടന്നാൽ പോരെ? പിന്നെ എന്നെയാണ് ഈ ചുരുക്കിക്കൊണ്ട് പോകുന്നത് നിങ്ങളുടെ സാധനമിനെ തോഴിയാക്കാനല്ലേ? അങ്ങനെ ഇപ്പൊ കണ്ട പെണ്ണുങ്ങളെ തോഴിയാവേണ്ട ഗതികിടന്നു ഇലവത്തൂർ കോവിലത്തെ തമ്പുരാട്ടി കുട്ടിക്കില്ല. അവൾ അവരെ നോക്കി പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നിന്ന് തന്നെ തലമുടി കോതി. തോഴിയാക്കാനാണോ റാണിയാക്കാനാന്നൊക്കെ അവിടത്തോളം വരെ വന്നിട്ട് തീരുമാനിച്ചാ പോരെ എന്റെ വടയക്ഷി. ആരും ചുണ്ടിൽ വിരിഞ്ഞൊരു കള്ളച്ചിരി കീഴ്ച്ചുണ്ട് കടിച്ചൊതുക്കിക്കൊണ്ട് പറയവേ ആ ചിരി പിന്തിരിഞ്ഞവളുടെ ചുണ്ടിലേക്കും പടർന്നിരുന്നു. ഇയാളിനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വരില്ല. വെറുതെ കളയാനേ എന്റെ കയ്യിൽ സമയമില്ല. ഇനിയിപ്പോ ഉണ്ടെങ്കിൽ തന്നെ അത് ഞാൻ ഇയാൾക്ക് വേണ്ടി മാറ്റിവെക്കാനും ഉദ്ദേശിച്ചിട്ടില്ല. അവൾ പറഞ്ഞുകൊണ്ട് മുടി ജീവാനുള്ള ചീപ്പ് കയ്യിലേക്ക് എടുത്തു. നീ ഇങ്ങനെ വാശി പിടിക്കില്ലടി ബൊമ്മി. ഒരു 5 മിനിറ്റിന്റെ കാര്യമില്ലേ ഉള്ളൂ. നമ്മൾ പോകുന്നു, കെട്ടുന്നു, തിരിച്ചു വരുന്നു, കഴിഞ്ഞു. ഞാനില്ല, കുഞ്ഞി തമ്പുരാൻ തന്നെ അങ്ങ് പോയാ മതി. ആളാരും നോക്കി പറഞ്ഞുകൊണ്ട് മുടി കുളിപ്പിന്നൽ കെട്ടി വിടർത്തിയിട്ടു. ഞാൻ ഒറ്റക്ക് പോയിട്ട് എന്നാ കാട്ടാനാടി? തന്നെ ശ്രദ്ധിക്കാൻ നിൽക്കുന്നവളുടെ മുന്നിലേക്കായിരുന്നുകൊണ്ട് അവളെ കൂർപ്പിച്ചു കൊണ്ട് പറഞ്ഞു. ഒറ്റക്കല്ലല്ലോ, ഇയാളുടെ മണവാട്ടിയില്ലേ കൂടെ? അവനെ നോക്കി ചിരി ഒതുക്കി പറഞ്ഞുകൊണ്ട് ഒരു ചുവന്ന പൊട്ടെടുത്ത് നെറ്റിയിലൊട്ടിച്ചു. അതിന് നീ കൂടെ മനസ്സ് വെക്കണം. അവനവളെ നേരി നിന്നെ തുമ്പിടിച്ചുകൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. അവൾക്ക് ചിരി ഒട്ടിയിരുന്നു. എന്തോ എങ്ങനെ? ആൾ വന്ന് ചിരി പുറത്തേക്ക് വരാൻ അനുവദിക്കാതെ ഇടുപ്പിൽ കൈകുത്തി അവനെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. അവൻ അവളെ നോക്കി വിളുക്കനെ ഒന്ന് ചിരിച്ചു. അതിന് നീ കൂടെ മനസ്സ് വെക്കണമെന്ന് അവൻ അവളെ നോക്കി നാണം വാരി വിതറിക്കൊണ്ട് പറഞ്ഞു. മനസ്സിലായില്ല. ആൾ അനൂപിൽ കൈകെട്ടിന്നുകൊണ്ട് പറഞ്ഞു. മനസ്സിലാക്കാൻ മാത്രം ഒന്നുമില്ലെന്നേ. എന്റെ യക്ഷി കുഞ്ഞതേ നല്ല പോലെ ഒന്ന് ഒരുങ്ങിയ ഒരു മണവാട്ടിയുടെ കൂട്ട് എന്റെ കൂടെ ഒന്ന് വന്നാൽ മാത്രം മതി. ബാക്കിയൊക്കെ നിന്റെ ചൊറിയൻ ചേന സെറ്റാക്കും. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മുന്നിലേക്ക് കുറച്ചുകൂടി കയറിയുന്നു. എന്തോ എങ്ങനെ? അവൾ ചോദിച്ചുകൊണ്ട് തന്നെ അരികിലേക്ക് വരുന്നവനെ അവന് നെഞ്ചിൽ കൈവച്ച് തടഞ്ഞു. നമ്മൾ പോകുന്നു, രജിസ്റ്ററിൽ ഒപ്പുവെക്കുന്നു, വരുന്നു. പിന്നെ നീ സമ്മതിക്കുകയാണെങ്കിൽ മാത്രം ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട് ഞാൻ നിന്നെ ഒരു താലിച്ചരടിൽ തളച്ചോളാം. അപ്പൊ എങ്ങനെ നമ്മൾ പോവില്ലേ മമ്മി? അവൻ കുത്തിയിരുന്ന മുണ്ടൊന്ന് മടക്കി കുത്തി മീശ വിരിച്ചുകൊണ്ട് ചോദിച്ചു. വെറുതെ വേണ്ടടി, പകരത്തിന് പകരം നോണം നീ എന്നെ ചരടിയിട്ട് പിടിച്ചോടി മമ്മി. അവൻ പറഞ്ഞുകൊണ്ട് തന്നെ നെഞ്ചിൽ തടതീർത്തവിടെ വലത്തേ കയ്യിൽ പിടുത്തമിട്ടു. അയ്യോ വേണ്ട, ചരടല്ല, ചാട്ടിയിട്ട് വലിച്ചാലും നിങ്ങളെ തടയാനൊക്കില്ല. എന്തും സഹിക്കാം, പക്ഷെ നിങ്ങളുടെ ചില നേരത്തെ ചൊറിഞ്ഞ വർത്താനം അതെനിക്ക് ഒട്ടും സഹിക്കാനൊക്കില്ല. അറിഞ്ഞോണ്ട് ആരും ചൊറിഞ്ഞനത്തിൽ പോയി ചവിട്ടില്ലല്ലോ. അങ്ങനെ പറയലടി യക്ഷിക്കുഞ്ഞെ. ഞാൻ ചൊറിയാമെന്നാ നീ കയറി മാന്തി കൂടി. നമുക്കിങ്ങനെ പരസ്പരം മാന്തിയും ചൊറിഞ്ഞും മാന്തിയൊക്കെ അങ്ങ് പോവാം. അവരവിടെ കൈവിരലുകളിൽ പിടിച്ച് കളിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ആളെ കെട്ടണ്ട. ആളോ എന്റെ കയ്യിൽ നിന്ന് തന്റെ കൈകൾ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് ചൊടിയോടെ പറയവേ അവനവളെ ദയനീയമായി നോക്കി. ഞാൻ നിന്നെ എന്റെ കണ്ണിലെ ഉണ്ണിയെ പോലെ നോക്കിക്കോളാടി. അവനവളുടെ കൈ രണ്ടും പിടിച്ചെടുത്തോണ്ട് പറഞ്ഞു. എനിക്ക് കണ്ണിൽ ഉണ്ണിയാ വേണ്ട, ഉണ്ണി തമ്പുരാന്റെ കണ്ണിലെ കരടായാ മതി. ആളോ എന്റെ കൈ വേർപ്പെടുത്തി പറഞ്ഞുകൊണ്ട് കബോർഡ് ലക്ഷ്യം വെച്ച് നടന്നു. നിനക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ലേടി ഭൂമി, പോരടിക്കാൻ അമ്മായിയമ്മ പോലുമില്ല. അവൻ പറഞ്ഞുകൊണ്ട് അവൾക്ക് പുറകെ കൂടി. അതിനും കൂടി ചേർത്തൊരു കെട്ടിയവന് കിട്ടില്ലേ? 10 അമ്മായിമ്മമാർ ഒരുമിച്ചെന്ന് ചൊറിഞ്ഞാൽ പോലും നിങ്ങളുടെ അടുത്തൂടെ എത്തില്ല. അത്രയ്ക്ക് ചൊറി പിടിച്ച നാക്കാ നിങ്ങൾക്ക്. ആളോ അവനെ നോക്കാതെ പറഞ്ഞുകൊണ്ട് കബോർഡ് വലിച്ചു തുറന്നു. അത് നിന്റെ അച്ഛനാടിയൂല്ലേ? ആളോ അവനെ നോക്കി പല്ലി അടിച്ചുകൊണ്ട് ഉള്ളിൽ പറഞ്ഞ ശേഷം ഒട്ടിച്ചു വെച്ച ചിരിയോടെ വീണ്ടും അവൾക്കരികിലേക്ക് നീങ്ങി. എന്റെ കൊച്ചിന്റെ ഒരു തമാശ, നിനക്കീടായിട്ട് തമാശ കൂടുന്നുണ്ട് കള്ളി. അവൻ പറഞ്ഞുകൊണ്ട് അവളെ തോളിൽ പിടിച്ചൊന്ന് തള്ളി ഒന്ന് പുറകിലേക്ക് ആഞ്ഞു പോയവൾ അവനൊന്ന് കണ്ണുരുട്ടി നോക്കിക്കൊണ്ട് വീണ്ടും തിരച്ചിൽ തുടർന്നു. നീ ഒന്ന് ആലോചിച്ച് നോക്കിയടി ബൊമ്മി. നീയും ഞാനും നമ്മുടെ കയറുപൊട്ടി ഒരു ഡസം പിള്ളേരും. എത്ര ബ്യൂട്ടിഫുൾ ആയ കാഴ്ച. അവനത് മുന്നിൽ കണ്ട പോലെ ആത്മനിർവൃത്തി അടഞ്ഞൊരു ചിരിയോടെ പറഞ്ഞു. അത്രയും മനോഹാരിയൊന്നും എനിക്ക് താങ്ങില്ല. അതോട് കുഞ്ഞിത്തമ്മനെ വെറുതെ ഇന്ന് കാലെടുക്കാൻ ചെല്ലാൻ നോക്ക്. ചേച്ചിക്കേ വേറെ പണിയുണ്ട്.
ആൾ കയ്യിലൊരു സെറ്റ് സാരിയും പിടിച്ച് അവന് നിറക്കി തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, അയ്യേ ഇതല്ല ചുവന്ന നിറത്തിലെ സാരിയാ ഞാൻ പറഞ്ഞത്, റെഡ്. അത് കാണാൻ പെട്ടെന്ന് പറഞ്ഞു, അതിന് ഞാൻ ഇയാളുടെ കൂടെ വന്നെങ്കിലല്ലേ ഞാൻ അമ്പലത്തിൽ പോവാ. അവൾ പറഞ്ഞുകൊണ്ട് അവൻ മുന്നിൽ നിന്ന് മാറി നടന്നു. ബൊമ്മി. അവൻ നേരിയതിന്റെ അറ്റവും പിടിച്ച് അവളെ പുറകെ നടന്നു. എടി ഒന്നുമില്ലെങ്കിൽ ഞാൻ ഇത്ര നിന്നോട് കെഞ്ചിയതല്ലടി ബൊമ്മി, ഞാൻ നിന്നെ ഒന്ന് കെട്ടിക്കൂടടി പ്ലീസ്. അവനോട് മുന്നിലേക്കായിരുന്നു ചുണ്ടൂർപ്പിച്ചോട് ചോദിച്ചു. അയ്യേ നിങ്ങൾക്ക് നാണല്ലേ മനുഷ്യ ഇങ്ങനെ കെഞ്ചാൻ. ആൾ വന്ന ചിരി ഒതുക്കി ചൊടിയോടെ പറഞ്ഞോണ്ട് അവന്റെ കയ്യിൽ നിന്ന് ആ സാരി തലപ്പ് വാങ്ങി. ഇല്ല ഒട്ടുമില്ല, ഒരൊറ്റ പ്രാവശ്യം ഞാൻ നിന്നെ ഒന്ന് കെട്ടിക്കൂടടി പെണ്ണ്, എനിക്ക് കെട്ടിയില്ലെങ്കിൽ നിന്റെ ചൊറിയഞ്ചനെ നിന്ന് ചെയ്യത്തേ ഉള്ളൂ. അവന്റെ പറച്ചിലും ഭാവിലും അവളിൽ ചിരി വളർത്തുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി അത് കൂടുതൽ വിടാൻ സമ്മതിക്കാതെ അവൾ അതിനെ പിടിച്ചു വെച്ചു. അതിനിപ്പോ ഞാൻ മാത്രമല്ല ഇവിടെ പെണ്ണായിട്ടുള്ളത്, ചന്ദ്രമംഗലത്തെ തമ്പുരാൻകുഞ്ഞിന് പെണ്ണ് കിട്ടാൻ ഇത്ര ബുദ്ധിമുട്ടുണ്ടോ? ആൾ തനിക്കുമ്പിൽ നിൽക്കുന്നവനെ നോക്കാതെ ചുറ്റിനും കണ്ണോടിച്ചുകൊണ്ട് പറഞ്ഞു. ആഹാ, അങ്ങനെ വഴിയിലൂടെ പോകുന്നതിനൊന്നും എടുത്ത് തോളി തൂക്കാൻ എണ്ണ കിട്ടില്ല. അതിനായിരുന്നെങ്കിൽ എനിക്ക് ഇതിനു മുന്നേ ആവായിരുന്നില്ലേ. എനിക്കേ നിന്നെ കെട്ടിയാ മതി, നിന്നെ മാത്രം കെട്ടിയാ മതി. അവനൊരു അവലക്ഷണം പിടിച്ച ചിരിയോടെ പറഞ്ഞു. അയ്യടാ എന്താ മോത്തെ സന്തോഷം, അങ്ങോട്ട് നീങ്ങിക്ക മനുഷ്യ. ആൾ തന്നിലേക്ക് വീണ്ടും ഒട്ടി വരുന്നവനെ തള്ളി മാറ്റിക്കൊണ്ട് കെറിവിച്ചു. അവ പറയടി യക്ഷിക്കുഞ്ഞെ, ഇനിയുള്ള കാലത്രയും ചന്ദ്രമംഗലത്തെ ഇളമുറത്തമ്പുരാന്റെ ചോരൊടിക്കാൻ നിനക്ക് സമ്മതമാണോ? അവനാളോ ഈ മീശി പിരിച്ചോണ്ട് ചോദിക്കേ നാളത്താൽ അവിടെ കവിളികളിൽ രക്തം ഇരച്ചു കയറാൻ തുടങ്ങി. ആ എനിക്കൊന്ന് ഇരുത്തി ആലോചിക്കണം. അവനെ നോക്കാ കുറച്ച് ജാടിയിട്ട് പറഞ്ഞു. കെട്ടുകഴിഞ്ഞ് എന്റെ മോള് ഇരുന്നോ കിടന്നോ എങ്ങനെയാച്ചാ ആലോചിച്ചോ. ഇപ്പൊ എന്റെ ഭൂമി പോയി ഒരുങ്ങിവാ, നിന്റെ നാദേട്ടൻ താഴെ ഉണ്ടാവും, ചെല്ല്. അവനവളുടെ കവിളിൽ കിള്ളിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു. അതേ, അവനവളെ തടഞ്ഞോട് വിളിച്ചു. ഇനി എന്താടി? അവൻ വാതിക്കൽ നിന്ന് തിരിഞ്ഞു പോയിക്കൊണ്ട് ക്ഷമയിട്ടവൾ ദയനീയമായി ചോദിച്ചു. കല്യാണം കഴിഞ്ഞാലും ഞാൻ ഇവിടെ തന്നെ നിൽക്കൂ. ആ ഊന്നുമണിയെ കാണിക്കാനല്ലേ ഇപ്പൊ ഇങ്ങനെ കെട്ട്, അല്ലാതെ എന്നോട് പ്രേമം മൂത്തിട്ടൊന്നുമല്ലല്ലോ. രുദ്രൻ ഇന്നലെ എല്ലാം പറഞ്ഞു. ആളാനോയി ചുണ്ടൂട്ടി പറഞ്ഞു. കള്ളത്തിണ്ടി, അവന്റെ കോപ്പിലൊരു സത്യം പറച്ചില്, നിന്നെ ആ ശരിയാക്കി തരാട ഇസ്തിരിപ്പെട്ടി. മുന്നിലുള്ളവളെ നോക്കി ആളെന്ന് വിളിച്ചു. ഇയാൾ ചിരിക്കണ്ട, എന്നോട് രുദ്രൻ ഇന്നലെ എല്ലാം പറഞ്ഞു. അങ്ങനെ ഒരു കാര്യമായതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിന് സമ്മതിക്കുന്നത്. ഇല്ല ഈ തലക്ക് വെളിയുള്ളവരാരും തന്നെ കെട്ടാൻ സമ്മതിക്കോ? ആളവനെ നോക്കി പുച്ഛത്തോടെ ചോദിച്ചു. തലക്ക് വെളിവില്ലാത്ത നിന്റെ നായർക്കാടി വാടയക്ഷി, ഈ കെട്ടൊന്ന് കഴിഞ്ഞോട്ടെ, നിന്നെ ഞാൻ എടുത്തിട്ട് അമ്മാനൊഴി അമ്മാനം. അവൻ തന്റെ മുന്നിലേക്ക് നമ്മളെ ചിരിയോടെ നോക്കിക്കൊണ്ട് ഉള്ളിൽ പറഞ്ഞു. ഓ അത് പിന്നെ എനിക്കറിയില്ലേ. എന്റെ യക്ഷി കുഞ്ഞ് വേഗം ഇങ്ങ് റെഡിയായി വന്നേ, നാദേട്ടൻ താഴെ ഉണ്ടാവും, ചെല്ല്. പറഞ്ഞുകൊണ്ട് അവൻ തിരികെ നടന്നു. ആ പിന്നെ അതേ മുല്ലപ്പൂ മറക്കല്ലേടി ഭൂമി. അവൻ വീണ്ടും അവളെ തിരിഞ്ഞു പോയി പറഞ്ഞുകൊണ്ട് അവിടുന്ന് നടന്നു നീങ്ങി. തന്നെ ഞാൻ ശരിയാക്കി തരാടോ ചൊറിയൻ ചേനെ, ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, നിന്നെ വെട്ടിയേരി ഞാൻ ചേനക്കറി വെക്കും. അവൾ പറഞ്ഞുകൊണ്ട് വാതിലടച്ച് കുറ്റിയിട്ടു. ആ വരവ് കണ്ടിട്ട് അവൾ അടിച്ചോടിച്ച ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോടാ. രാവു ആടിപ്പാടി പത്തായപ്പുരയിൽ നിന്ന് ഇറങ്ങി വരുന്നതിൽ നിന്ന് തന്റെ ദൃഷ്ടി മാറ്റാതെ അടുത്ത് നിന്ന രുദ്രനോടായി പറയവേ അവനും അതിനനുകൂലിച്ചൊന്നും മൂളി. ലക്ഷണം കണ്ടിട്ട് എടുത്തിട്ട് പെരുമാറിയതായിട്ടും തോന്നില്ല, പുറമേ പരിക്കുകളൊന്നും കാണുന്നില്ല. രുദ്ര രാവിലെ അനുകൂലിച്ചെന്നോണം പറഞ്ഞു. എന്താണ് അഗ്രിമികളെ നീയൊക്കെ എന്നെ ഇങ്ങനെ നോക്കുന്നു? അവൻ തന്നെ നോക്കി നിൽക്കുന്നവർക്കടുത്തേക്ക് വന്നുകൊണ്ട് ചിരിയോടെ തിരക്കി. ഓ വലിയ ചന്തോയത്തിലാണല്ലോ, എന്തേ ലവള് കാര്യമായിട്ട് എന്തെങ്കിലും തന്നാ? രാഹു അവനടുത്തേക്ക് വന്ന് അവരെ കോളൊന്ന് പിടിച്ചിട്ടുകൊണ്ട് നാണം നിറഞ്ഞൊരു ചിരിയോടെ തിരക്കി. വാടാ, തന്ന എന്താന്ന് ഞാൻ നിന്റെ ചെവി പറയാം, വാ. മേഘം തനിക്ക് മുമ്പിൽ നിൽക്കുന്നവനെ നോക്കി പല്ലടിച്ചുകൊണ്ട് പറഞ്ഞു. രാഹു വേഗം ചുമൽ കൂച്ചിക്കൊണ്ട് മാറിയിരുന്നു. വേണ്ടത്തോണ്ട. എടാ പിള്ളേരെ, മുത്തശ്ശനെ ഒന്ന് പിടിച്ചേടാ. പടികളിറങ്ങാൻ ബുദ്ധിമുട്ടിയെന്നും ചന്ദ്രഹാസം മുറ്റത്ത് നിൽക്കുന്നവരോടായി വിളിച്ചു പറഞ്ഞു. ഓ ഓരോരോ സാഹസം കാട്ടിട്ട് അവസാനം നടുവും തല്ലി വീണാ നിൽക്കുന്നതിന്റെ കല്യാണം മുടക്കണ്ട, മുത്തശ്ശനാണെന്ന് നോക്കിയില്ല അങ്ങേര് നിങ്ങൾ എടുത്തിട്ട് അലക്കും പറഞ്ഞുകൊണ്ട് രുദ്രയാളെ പിടിച്ചിറക്കി. മോളെ എവിടെ കണ്ടില്ലാലോ? അയാൾ ചോദിച്ച ഭൂവി വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയത് ഒരുപോലെയാണ്. ഒരു കസവിന്റെ സെറ്റ് സാരി ഭംഗിയിൽ ചുറ്റി താൻ കൊടുത്ത മുല്ലപ്പൂവും വെച്ച് നല്ല സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി വരുന്നവളെ കാണെ മേഘന്റെ ഉള്ളമൊന്ന് ആഞ്ഞടിച്ച് നിന്നു. ഇങ്ങനെ നോക്കലട നാറി, ഉള്ള വല കൂടി പോവും. രാഹു അവന്റെ ചെവിക്കരികിൽ വന്നുകൊണ്ട് അടക്കം പറഞ്ഞു. എടാ രാഹു, എന്നെ നീ ഒന്ന് പിടിച്ചോടാ, ഇല്ലേ ചിലപ്പോ ഞാൻ അവളെ കയറി പിടിച്ചെന്ന് വരും. മേഘൻ തനിക്കടുത്തേക്ക് നടന്നു വരുന്നവളിൽ നിന്ന് ദൃഷ്ടി മാറ്റാ പറഞ്ഞു. രാഹു അവനെ മിഴിച്ചു നോക്കി. എടാ രാഹു,
ആ വിളി എന്തിനുള്ളതാണെന്ന് മനസ്സിലായാൻ വലിയ താല്പര്യമില്ലാതെ മൂളി. നോക്കിക്കാ പോയി വണ്ടി എടുക്കടാ. അവൻ തനിക്കരിയിലേക്ക് നടക്കുന്നവളിൽ നിന്ന് കണ്ണുകൾ പറിച്ചു മാറ്റാതെ കയ്യിലെ താക്കോൽ അവന് നേർക്ക് എറിഞ്ഞു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ആ മോള് വന്നല്ലോ, ഇനി എന്നാ ഇറങ്ങാല്ലേ, നീ എന്റെ ഒപ്പം പോന്നോളൂ കുട്ടി. ചന്ദ്രഹാസൻ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് തന്റെ കാർ ലക്ഷ്യം വെച്ച് നീങ്ങി. അവൾ അതിനൊന്ന് തലയാട്ടിക്കൊണ്ട് അയാൾക്ക് പുറകെ നടക്കാനാഞ്ഞതും മേഘൻ അവളെ തടഞ്ഞുകൊണ്ട് അവൾക്ക് മുന്നിലേക്ക് കയറിയുന്നു. എന്താ? ആൾ അവനെ കണ്ണുരുട്ടി നോക്കിക്കൊണ്ട് തിരക്കി. സുന്ദരിയാട്ടോ, ഈ കണ്ണും മൂക്കും ചുണ്ടും അങ്ങനെയല്ല, ആരോ പറഞ്ഞു വെച്ച് ചെയ്യിച്ച പോലെ ആകെ മൊത്തൊരു സ്വയംബൽ ലുക്ക്. എന്നാ ഗ്ലാമർ അടി ഭൂമി നീ. ആൾ തന്നെ മീശ വിരിച്ച് അവളെന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു. ആൾ അവനെ കണ്ണുരുട്ടി പേടിപ്പിച്ചു. എനിക്കിഷ്ടമായി, പെരുത്തിഷ്ടമായി. അവൻ അവളെ നോക്കി ഒറ്റക്കണ്ണിറക്കി പറഞ്ഞുകൊണ്ട് അവന്റെ വണ്ടിയിലേക്ക് കയറി. വഷളൻ. അവനെ തന്നെ നോക്കിൽക്കവേ അവളുടെ ചുണ്ടുകൾ കെറുവോടഞ്ഞൊടിഞ്ഞു. അങ്ങോട്ട് അനങ്ങിച്ചേടാ. ഇന്ദ്ര പറമ്പിൽ കിളച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ ഒരുവരെ നോക്കി അല്പ ഉച്ചത്തിൽ ആജ്ഞാപിച്ചു. ഇതിപ്പോ എന്തിനാ ചെറിയമ്പ്ര ഇവിടെ കിളക്കുന്നത്? ആ കൂട്ടത്തിൽ ഒരു പണിമതിയായിക്കൊണ്ട് അവനെ നോക്കി ചോദിച്ചു. അതറിഞ്ഞാലും നീയൊക്കെ പണിയെടുക്കുന്നുണ്ടോ? അവനോടുത്തിരുന്ന കയ്യിൽ ഒന്നുകൂടെ മടക്കി കൊടുക്കുന്നതിനിടയിൽ ആ ചോദ്യം ചോദിച്ചവനെ നോക്കി ഗൗരവപൂർവ്വം തിരക്കി. അല്ല, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ച്. ഇതിപ്പോ ഈ തരിശായി കിടക്കുന്നിടത്ത് കിളച്ചിട്ട് കുറച്ച് കൊള്ളിക്കിഴങ്ങിടാൻ എന്തേ തനിക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? അവനെ പറഞ്ഞു മുഴുമിക്കാൻ സമ്മതിക്കാനുള്ള ഇന്ദ്രന്റെ മറുപടി അവനുൾപ്പെടെ അവിടെ കിളച്ചുകൊണ്ടിരുന്ന മൂന്നാമന്മാരൊന്നും പതരാതിരുന്നില്ല. എന്താടാ, നിനക്കിപ്പോ ഒന്നും പറയാനില്ലേ? തന്റെ മുന്നിൽ വിളറി നിൽക്കുന്നവരിൽ ദൃഷ്ടി മാറ്റാതെയുള്ള ഇന്ദ്രന്റെ ആ ചോദ്യത്തിൽ അവൻ നന്നായി തന്നെ ഒന്ന് വിയർത്തു. ഇത്ര നാളും നീയൊക്കെ കട്ടുമൂട്ടിച്ച് കുറെ ഉണ്ടാക്കിയില്ലേ, ഇനി കുറച്ചു നാള് അധ്വാനത്തിന്റെ വരെ എന്താണെന്ന് നീയൊക്കെ ഒന്ന് അറിയും. അവൻ മുന്നിൽ വിയർത്തു വിളിച്ചു നിൽക്കുന്നവരെ നോക്കി പല്ലിയടിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനിങ്ങോട്ട് കെട്ടിയെടുക്കുന്നു അറിഞ്ഞോ, ഇത്ര നാളും നിന്റെ കൂളിൽ ചത്തികിടന്ന് അധ്വാനിക്കുന്ന തൊഴിലാളി പുനർജനിച്ചില്ലേ? അപ്പൊ ഇനി എന്തായാലും അതിന് അത്ര പെട്ടെന്നൊന്നും ഞാൻ ചാവാൻ സമ്മതിക്കില്ല. ഇത്ര നാള് കട്ടു നിന്നതിന്റെ നെയ്യൊക്കെ ഉരുക്കിയെടുത്തിട്ടേ നിന്നെയൊക്കെ ഞാൻ ഇതിൽ നിന്ന് കരകയറാൻ സമ്മതിക്കൂ. അവൻ മുരണ്ടുകൊണ്ട് പറഞ്ഞു. മുന്നിൽ നിന്നവർ അവനെ ദയനീയമായി നോക്കി. ഈ കാണുന്ന 30 ഏക്കർ മൊത്തം മക്കളെ രാപ്പകില്ലാതെ ഉഴുതുമറിക്ക്. ഇവിടെ നല്ല നീയൊക്കെ കട്ടത്. അപ്പൊ ഈ കട്ടുന്നതിന്റെ ഒക്കെ കൊഴുപ്പ് ഇവിടെ ഈ പറമ്പിൽ തന്നെ ഒഴുക്കിക്കളയുന്ന അതിന്റെ ഒരു മര്യാദ. ഒരു പുച്ഛത്തോടെ ആ 3 പേരെയും നോക്കി പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് തിരിഞ്ഞടക്കാൻ ഒരുങ്ങിയതും, ഒരു തെറ്റുപറ്റി പോയി ചെറിയമ്പ്ര, ഞങ്ങളോട് മാപ്പാക്കണം. അതിലൊരുവൻ അവന്റെ കാലിലേക്ക് വീണുകൊണ്ട് പറയലും അവന്റെ നെഞ്ചിൽ തന്നെ ഇന്ദ്രന്റെ കാല ആഞ്ഞു പതിച്ചിരുന്നു. കാട്ടുമുടിച്ചു നിന്നിട്ട് ഇറക്കുന്നോടാ നായേ. അവൻ പറഞ്ഞുകൊണ്ട് അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ആ കവിൾ നോക്കി തന്നെ ഒന്ന് പൊട്ടിച്ചു. അയാൾ വേദനയോടെ കവിളിൽ കൈവച്ച് അവന് മുമ്പിൽ തലവിരുത്താൻ കഴിയാതെ നിന്നു. നിന്റെ കൂട്ടുക്കത്തെ ആത്മാർത്ഥമുണ്ട് എനിക്ക് നഷ്ടം 5 ലക്ഷം. 5 ലക്ഷം കഴിഞ്ഞ ദിവസം നീയൊക്കെ കൂടി നടത്തിയ കപ്പക്കച്ചവടം ഞാൻ അറിയില്ലെന്ന് എഴുതിയോടാ. അവൻ നുരഞ്ഞു വന്നതും ദേഷ്യം അടക്ക വയ്യാതെ പറഞ്ഞുകൊണ്ട് അവനടുത്തുന്നവരെ കവിൾ പൊട്ടുമാറി ഒന്നുകൂടെ കൊടുത്തു. പ്രതീക്ഷിക്കാതെ കിട്ടിയ ചവിട്ടിയിൽ അയാൾ കാലുറക്കാതെ താഴേക്ക് വീണുപോയി. വല്ലവനും അധ്വാനിച്ചുണ്ടാക്കിയ മുതല് കട്ട് തിന്നുമ്പോ നല്ല സുഖാലേടാ. എന്നാലേ ഇനി നീയൊക്കെ സ്വന്തമായിട്ട് അധ്വാനിക്കുന്ന മുതല് വല്ലവനും അനുഭവിക്കുമ്പോ കിട്ടുന്ന സുഖം കൂടിയെന്നറിയ. ഈ 50 ഏക്കർ ഒരീട്ടം പോലും ഉഴാതെ കിടക്കുന്നതെങ്ങനെ ഞാൻ കണ്ടാ ആ നിമിഷം നിന്നെയൊക്കെ വെട്ടിക്കണ്ടിച്ച് ഇവിടെ തന്നെ ഇട്ട് ഉഴുതും മറിക്കും ഞാൻ. കേട്ടടാ? കേട്ടു തമ്പുരാ. അതിലൊരുവൻ തലയുയർത്തി അവർ നോക്കാതെ പറഞ്ഞു. ബോ. തന്റെ പുറകിൽ നിന്ന് ഉയർന്ന കുഞ്ഞു ശബ്ദം കാതുകളിലേക്ക് എത്തവേ ഇന്ദ്രൻ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി. കയ്യിലൊരു തൂക്കുപാത്രം പിടിച്ച് മറ്റേ കയ്യിൽ കുഞ്ഞിനെയും എടുത്ത് നടന്നു വരുന്നവളെ കാണെ അതുവരെ കല്ലിച്ചിരുന്ന അവന്റെ മുഖം സാധാരണ ഗതിയിലേക്കായി. ബോ. കുഞ്ഞീന്ദ്രനെ കണ്ടതും അവന് നേർക്ക് കൈകൾ നീട്ടി പിടിച്ചുകൊണ്ട് വിളിച്ചു. നോക്കി വാടി. ഇന്ദ്രൻ വരമ്പിലൂടെ പയ്യ അടിവെച്ച് തന്റെ അരികിലേക്ക് വരുന്ന പെണ്ണിനെ നോക്കി ശാസനയോടെ പറഞ്ഞതും അവൾ അവനെയൊന്ന് മിഴിയുയർത്തി നോക്കി. അവളുടെ ആ നോട്ടം കാണെ അവന്റെ ഉള്ളമൊന്ന് തുടിച്ചു. പെണ്ണിന്റെ അടിവെച്ചുള്ള വരവ് കണ്ടതും ഇന്ദ്രൻ വേഗം അവൾക്കടുത്തേക്ക് നീങ്ങി. ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോടി നിനക്ക്? ഇന്ദ്രൻ അവളുടെ കയ്യിൽ നിന്ന് തന്നെ മേലേക്ക് ചായ നോക്കുന്ന കുഞ്ഞിനെ വാങ്ങി പിടിക്കുന്നുണ്ടെങ്കിൽ അവളോട് തിരക്കി. അത് ഞാൻ അവിടെ ഇരുന്ന് മടുത്തപ്പോ ആളൊന്ന് പരിങ്ങിക്കൊണ്ട് പറഞ്ഞു. നീ ഒറ്റക്കാണോടി വന്ന്? അവനോടെ കയ്യിൽ പിടിച്ച് തിരിഞ്ഞടക്കുന്നതിൽ ചോദിച്ചു. അല്ല, മൈലമ്മയുണ്ട്. ആളാവൻ പിടിച്ച തന്നെ കയ്യിലേക്ക് നോക്കിക്കൊണ്ട് അവനോട് ഉത്തരം നൽകി. എന്നിട്ട് അവരോടെ അവനൊരു വരമ്പ് ചാടിക്കിടന്നുകൊണ്ട് അവളോട് തിരക്കി. അവിടെ വരണ വഴിയിൽ ഒരു സ്ത്രീയെ കണ്ടപ്പോൾ എന്നോട് നടന്നോന്ന് പറഞ്ഞ് അവരോട് സംസാരിച്ചിരുന്നു. നീ എന്തിനാ ഒറ്റക്ക് വന്ന്? എവിടെയും വീണിരുന്നെങ്കിലോ? ആകെ നാശായി കിടക്കവിടം. അവൻ ചുറ്റിലൊന്ന് കണ്ണോടിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. അതിന് വീണില്ലല്ലോ. അവൾ താഴേക്ക് നോക്കി നടക്കുന്നതിനിടെ അവനോടൊരു പരിങ്ങലോടെ പറഞ്ഞു.
ആളുടെ ആ മറുപടി കേൾക്കെ അവൻ തന്റെ പുറകെ വരുന്നവളെ ഒന്ന് തലയിരിച്ച് നോക്കി. ആള് താഴെ നോക്കി ഓരോ അടിയും ശ്രദ്ധിച്ചാണ് നടക്കുന്നത്. നമ്മളെന്നാ ഇനി തിരികെ പോകുന്നു? ഓ തുടങ്ങിയവള്. അവൻ പിറുപിറുത്തുകൊണ്ട് അല്പം വേഗത്തിൽ മുന്നിലേക്ക് നടന്നു. പയ്യെ പോയി ഇന്ദ്രേട്ടാ, എനിക്കിതിൽ നടക്കാൻ പറ്റുന്നില്ല. ആൾ തന്റെ കയ്യും പിടിച്ച് അല്പം വേഗത്തിൽ നടക്കുന്നതിനോടായി പറഞ്ഞു. പക്ഷെ അതൊന്നും അവിടെ യേശുന്ന മട്ടില്ല. ഇന്ദ്രേട്ടാ. ആൾ വേഗത്തിൽ നടക്കാൻ കഴിയാതെ വന്നു. അവൻ പിടിച്ച കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവനെ വിളിച്ചു. നിനക്ക് എന്നാടി കോപ്പ ഇപ്പൊ നാട്ടിൽ ചെന്നിട്ട് അത്യാവശ്യം? അവിടെയുള്ളവരോട് വായിലിരിക്കുന്ന കേൾക്കാനായിട്ട് നിനക്ക് ഉറക്കം വരുന്നില്ലായിരിക്കും അല്ലേ? അവനാൾ തിരിഞ്ഞു നോക്കി ചോദിക്കാൻ മുന്നോട്ട് കിടന്നു. ഉത്സവം ആവാറില്ലേ, അതാ ഞാൻ. അല്ലാതെ എനിക്കിവിടെ നിൽക്കാൻ ഇഷ്ടക്കേടില്ലാന്ന് മാത്രം നീ പറയരുത്. അവൻ പറഞ്ഞുകൊണ്ട് അവിടെ കൈവിട്ട് ഒരു വരമ്പ് ചാടിക്കിടന്നു. സത്യമായിട്ട് എനിക്ക് ഇഷ്ടക്കേടൊന്നും. ആൾ പറഞ്ഞുകൊണ്ട് അത് ചാടിക്കിടക്കാൻ തുടങ്ങിയതും അവനൊരു കൈകൊണ്ട് അവളുടെ ഇടുപ്പിൽ പിടിച്ച് പൊക്കിയത് ഒരുമിച്ചായിരുന്നു. അവന്റെ ആ പ്രവൃത്തി തീരെ പ്രതീക്ഷിക്കാത്ത ഒന്നായതിനാൽ അവളുടെ നേത്രങ്ങളൊന്ന് വികസിക്കുകയും വീണു പോകുമോ എന്ന ഭയത്താൽ ഒരു കൈ അവന്റെ പുറത്തുകൂടെ ചുറ്റുകയും ചെയ്തു. ഇനി പറയും, നീ എന്താ പറഞ്ഞ്? അവനവളിൽ പിടിയാക്കാതെ ചോദിച്ചു. അതുകൂടിയായത് അവളൊന്ന് ഉമിനീരിറക്കിക്കൊണ്ട് അവനെ നോക്കിപ്പോയി. അവന്റെ തോളിൽ വിശ്രമം കൊള്ളുന്ന അവളുടെ കൈകൾ ചെറുതായി വിറച്ചതവൻ അറിഞ്ഞു. അതറിയവേ അവളുടെ ഇടുപ്പിലുള്ള അവന്റെ പിടിയൊന്ന് മുറുകി. എന്താ ഇപ്പൊ നിനക്കൊന്നും പറയാനില്ലേ? അവളുടെ ചെറുതായി നനവുടന്ന ചുവന്ന ചുണ്ടുകളിലേക്ക് തന്നെ നോക്കിക്കണ്ടവൻ അവളോട് തിരക്കി. അത് ഞാൻ. നീ? എനിക്ക് ഇഷ്ടക്കേടൊന്നുമില്ല. ആളവന്റെ കണ്ണുകളിൽ നോട്ടുറപ്പിക്കാതെ പറഞ്ഞു. ഇനിയിപ്പോ ലേശം ഇഷ്ടക്കേട് ഉണ്ടെങ്കിൽ കൂടി ആ ഇഷ്ടക്കേടിന് ഇഷ്ടപ്പെടാൻ നിനക്ക് മുന്നിൽ വേറെ വഴിയില്ല. അവൻ തന്റെ കൈക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നവരുടെ പരൽ പോലെ പിടക്കുന്ന മിഴികളിലേക്ക് തന്നെ നോട്ടം ചെയ്തുകൊണ്ട് അർത്ഥം വെച്ച് പറയവേ അവൾക്കുള്ളമൊന്ന് വിറവുകൊണ്ടു. അമ്മാടി! ദൂരെ നിന്നുള്ള മയിലമ്മയുടെ ശബ്ദമാണ് അവൾ അവനിൽ നിന്ന് മോചിതയാക്കിയത്. അത് കേൾക്കേണ്ട താമസം അവൾ അവനിൽ നിന്ന് വിട്ടുമാറിയുന്നുകൊണ്ട് അവർ വിളിച്ചിടത്തേക്ക് നോക്കി. ദൂരെ നിന്ന് തന്നെ കൈകാട്ടി വിളിക്കുന്നവരെ കാണെ അവൾ അവർക്കടുത്തേക്ക് നടക്കാനാഞ്ഞതും അവളുടെ കയ്യിൽ അവന്റെ പിടി വീണിരുന്നു. ദാ മോളെ പിടിച്ചോ, എനിക്കൊരു ജോലിയുണ്ട്. അവൻ അവർക്കരിയിലേക്ക് നടക്കാൻ ഒരുങ്ങി അവളെ കയ്യിൽ പിടിച്ചിർത്തി മോൾ അവൾക്കടുത്തേക്ക് നീട്ടി. മേ! കുഞ്ഞവന്റെ കഴുത്തിലൂടെ കൈ ചുറ്റിക്കൊണ്ട് അവന്റെ തോളിലേക്ക് കിടന്നു. അത് കാണെ അവൾ നീട്ടി പിടിച്ച കൈ പിൻവലിച്ചുകൊണ്ട് അവിടെ നിന്ന് തിരികെ നടന്നു. എടീ, എനിക്ക് കൃഷി ഓഫീസ് വരെ ഒന്ന് പോകണം. അവൻ മോളെ കൂട്ടാൻ നടന്നകളിൽ നിന്ന് നോക്കി വിളിച്ചു പറഞ്ഞു. അതിനിപ്പം ഞാനെന്താക്കാനാ? കുഞ്ഞിനറിയില്ലല്ലോ അത് സിംഹമാണെന്നും അതിന് സമയാസമയം കടിച്ചു കയറാൻ ആളെ വേണമെന്നും. അവൾ സ്വയം പിരിവൃത്തുകൊണ്ട് അവർക്കടുത്തേക്ക് നടന്നു. ആ പോയവൾക്ക് ഈടായിട്ട് അനുസരണശീലം കുറഞ്ഞു വരുന്നുണ്ടല്ലോ കുഞ്ഞാ. അവൻ എന്തൊക്കെയോ ഞൊടിഞ്ഞുകൊണ്ട് പോകുന്നത് നോക്കി തന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനോടായി പറഞ്ഞു. മേ! കുഞ്ഞവന്റെ താടിയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ഒച്ചയുണ്ടാക്കി. ആ ആരോടാ ഞാൻ പറയുന്നല്ലേ? അവൻ കുഞ്ഞിന്റെ കവിളുകൾ ചുണ്ടുകൾ കൊണ്ടൊന്ന് കടിച്ചുകൊണ്ട് പറഞ്ഞു. കുഞ്ഞിന്റെ ചിരിയലകൾ അവിടെ ഉയർന്നു കേട്ടു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.